അമ്മയുടെ ഈ ഓപ്പറേഷത്തിന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്നവരെ എന്നെ ഒന്ന് സഹായിക്കണം. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു സഹായമായിട്ട് വരരുതെന്ന് വിചാരിച്ചു. എനിക്കിതിന് മുന്നേ ഒരുപാട് പേര് എന്നെ എൻ്റെ മോളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചു എനിക്ക് ആരെന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഈ അമ്മയുടെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ മാറ്റിവെക്കൽ ഓപ്പറേഷൻ നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരെയും സഹായം വേണം എന്ന് വെച്ചാൽ ഞാൻ. ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ ഷെഫീന ബീവി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന രീതിയിലാണ് തനൂജയുടെ ഇന്നൊരു വീഡിയോ കാണാനിടയുണ്ടായിരുന്നു. വീഡിയോന്റെ തംബ്നെയിലായിട്ട് തന്നെ തനൂജ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ഗൂഗിൾ പേ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് വീഡിയോ കണ്ടു നോക്കിയപ്പോൾ വീഡിയോയിൽ തനൂജ ഇരക്കിയാണ്. ആദ്യമൊക്കെ ഇറന്നിരുന്നതും ആൾക്കാരെ സഹായം കൈപ്പറ്റിയിരുന്നത് തനിക്കും തൻ്റെ കൊച്ചിനും ജീവിക്കാൻ വേണ്ടിയാണ്. പിന്നീട് സ്വന്തമായിട്ട് ഓൺലൈൻ ബിസിനസ്സൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓക്കെ, ഒരു കൊച്ചിനെ കൊണ്ട് ജീവിക്കുന്നതാണ്, അപ്പം ഭർത്താവിൻ്റെ സഹായവും കാര്യങ്ങളൊന്നുമില്ല, ജീവിക്കണം. അപ്പോൾ ജീവിക്കാനായിട്ട് ഇവർക്ക് പണിയെടുക്കാൻ പണ്ടേ മടിയാണ്, വേർപ്പിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളാണ് പറഞ്ഞത്. ഇവർക്ക് ഇവരുടേതായ സ്റ്റാൻഡേർഡിനുള്ള ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത ജോലി ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അസുഖങ്ങളാണല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ സാധാരണ ഈ പറഞ്ഞ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീകളൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ VIP ജോലികൾ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാത്ത സ്ത്രീകളെന്നാൽ ഒട്ടും പറ്റാത്ത സ്ത്രീകളുണ്ടല്ലോ, അവരൊക്കെ യൂട്യൂബിൽ കൂടി വരുമാനം ഉണ്ടാക്കിയും അതുപോലെ ജനങ്ങൾ സഹായിച്ചിട്ട് മാത്രം ജീവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ. കേരളം അങ്ങനെയാണ്. കേരളമൊക്കെ ഹൈടെക് നഗരമാണ്. കാരണം ആർക്കും ഇങ്ങനെ കഷ്ടപ്പെട്ട് തൊഴിലുറപ്പ് അങ്ങനെ അല്ലെങ്കിൽ കുടുംബം നോക്കാൻ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള ബിസിനസ് ചെയ്യാൻ കഴിയില്ല. എല്ലാവരും ഒന്നുകിൽ ജനങ്ങളിൽ നിന്ന് ഇറന്ന് തിന്നണം, അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കൂടി കാശ് ഉണ്ടാക്കണം. അപ്പം അങ്ങനത്തെ ജോലികൾ മാത്രം പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ തനൂജയും ആ രീതിയിലുള്ള ജോലികൾ മാത്രം ചെയ്യുകയുള്ളൂ എന്നൊരു വാശിയിലുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീ പിന്നീട് ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നു. ബിസിനസ് ഭയങ്കര ബുദ്ധിപരമായിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ബിസിനസ് തുടങ്ങിയപ്പോൾ തന്നെ 10,000 ചില്ലാം ഡ്രസ്സുകൾ സെയിലാവുമെന്ന് വിചാരിച്ചാണ് ബിസിനസ് തുടങ്ങിയത്. പക്ഷെ അത്ര ഒന്നും സെയിലായില്ല. പിന്നെ അംബാനി അല്ലെങ്കിൽ ഈ ഐശ്വര്യ റായി അങ്ങനെയുള്ള റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൊരു ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അത്രയും സെയിലാവണം. കാരണം അങ്ങനെ സെയിലാവും എന്നുള്ള പ്രതീക്ഷയാണ്. അത്രത്തോളം സെലിബ്രിറ്റി ആണല്ലോ, നമ്മൾ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇത്രയും ഡ്രസ്സ് മേടിക്കണം. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു കണക്കൂട്ടലിലാണ് അവർ തുടങ്ങിയത്. പക്ഷെ ആ ബിസിനസ് ഫ്ലോപ്പായി. ഓക്കെ, അങ്ങനെ ഫ്ലോപ്പായതുകൊണ്ട് ചിലപ്പോൾ അമ്മക്ക് മകൾക്ക് തിന്നാനൊന്നും ഉണ്ടാവൂല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സഹായം ചോദിക്കണമെന്ന് വെച്ചപ്പോൾ അങ്ങനെയല്ല. ജനങ്ങളിങ്ങനെ സഹായം ചെയ്ത് തുടങ്ങി കൊടുത്തപ്പോൾ ഇങ്ങനെ വയ്യ, തിന്നാനില്ല, കുടിക്കാനില്ല, കഴിക്കാനില്ല, ഇതാണെന്നൊക്കെ പറയണ കേട്ടിട്ട് ജനങ്ങൾ സഹായിക്കുന്നത് കണ്ടപ്പോൾ എന്താവശ്യം വന്നാലും ജനങ്ങൾ സഹായിക്കുമെന്നുള്ള ചിന്ത വന്നതുകൊണ്ടായിരിക്കണം സ്വന്തം അമ്മക്ക് മുട്ടിന് എന്തോ 7 വർഷം മുമ്പ് എന്തോ കാലിന് അങ്ങനെ ഒരു പ്രശ്നം വന്ന് അന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ എത്ര പൈസ വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ആ അസുഖം കൂടി അല്ലെങ്കിൽ ആ വേദന ബുദ്ധിമുട്ട് കൂടിയതിന് ശേഷം ഇപ്പം നേരെ പ്രൈവറ്റ് ആശുപത്രിയിലാണ് കൊണ്ടത്. കാരണം നമുക്ക് കഴിക്കാനൊന്നുമില്ല, തിന്നാനൊന്നുമില്ല, ഉടുക്കാനൊന്നുമില്ല, ജനങ്ങളുടെ സഹായം കൊണ്ട് ജീവിക്കുന്നതാണ്. ചെയ്ത ബിസിനസ് ആണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവും എന്നുള്ള ചിന്തയിലാണ് തുടങ്ങിയത് തന്നെ. പക്ഷെ അത്രത്തോളം ലക്ഷങ്ങളൊന്നും കിട്ടാണ്ടായിരിക്കുന്ന അവസ്ഥയിൽ പോലും നമുക്ക് പ്രൈവറ്റ് ആശുപത്രി അല്ലാതെ ഗവൺമെന്റ് ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് ആശുപത്രി എന്ന് വെച്ചാൽ ഈ താഴെത്തട്ട് BPL ഒക്കെ ഉള്ള ആൾക്കാരാണ് പോകുന്നത്. കാരണം നമ്മളൊക്കെ എന്ന് വെച്ചാൽ വേറെ റിച്ചാണ്. അപ്പൊ നമുക്ക് പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പ്രൈവറ്റ് ആശുപത്രിയുടെ അമ്മനെ കൊണ്ട് കാണിച്ചിരിക്കുന്നു. അപ്പൊ അമ്മക്ക് ചികിത്സക്കൊക്കെ ആയിട്ട് 1 ലക്ഷം രൂപ സംതിങ് വേണം. അപ്പൊ അത് ജനങ്ങൾ സഹായിക്കണം. കാരണം എൻ്റെ ഇല്ലൊന്നും, എന്നെ ജനങ്ങൾ സഹായിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അമ്മക്കൂടെ ചികിത്സക്ക് ജനങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് തനൂജ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം മോശം അല്ലെങ്കിൽ ഇത്രത്തോളം കുറ്റപ്പെടുത്തി ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്താണ്, ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തോ പാവപ്പെട്ടത് ആരും ജീവിക്കുന്നില്ല എന്ന് പോലെ. എത്രയോ സ്ത്രീകൾ ഭർത്താക്കന്മാരില്ലാതെ ജീവിക്കുന്നു, ഭർത്താക്കന്മാർ മരിച്ചിട്ട് മക്കളെയും കൊണ്ട് ജീവിക്കുന്നു. ഒരുപാട് സ്ത്രീകളുണ്ട് പല ജോലിയും ചെയ്തിട്ട്. ഇവർക്ക് ഇതൊന്നും പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രേക്ഷകരെ തന്നെ പറയുള്ളൂ. ഇവരെ സബ്സ്ക്രൈബർ ചെയ്ത് അല്ലെങ്കിൽ ഇവർ വീഡിയോസ് കാണുന്ന കുറേ അമ്മമാരൊക്കെ ഉണ്ട്. അവരെ തന്നെ പറയുള്ളൂ, നിങ്ങൾ പലപ്പോഴായിട്ട് അവർക്ക് ചെയ്തിരിക്കുന്ന സഹായങ്ങൾ അവരതൊരു നിർബന്ധമായിട്ട് എടുത്തേക്കണം. അത് എനിക്ക് കിട്ടേണ്ട കാര്യമാണ്, അതെനിക്ക് തന്നേ പറ്റുള്ളൂ. ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോഴും അവർ പറയുന്നത് എന്നെ നിങ്ങൾ സഹായിച്ചേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. സുരേഷ് ഗോപി പറയൂലേ, എനിക്ക് തൃശ്ശൂർ കിട്ടണം, എനിക്ക് തന്നേ പറ്റൂന്ന്. അതേപോലെയാണ്. വേണമെങ്കിൽ ഞാനൊരു കുറച്ച് ഭാഗങ്ങൾ വെക്കാം. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം ചോദിക്കുന്ന ഒരു രീതി അത് സ്വന്തം അവകാശമായി തോന്നി തുടങ്ങിക്കേണ്ടവർക്ക് അവരുടെ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാവും ജനങ്ങളുടെ സഹായം അവരുടെ അവകാശമാണ്. ആ അവകാശം കൈപ്പറ്റുന്ന പോലെയാണ് ഇവർ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെതിരെ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വന്നിരിക്കുന്ന കമന്റ് വായിച്ചാൽ മതി. ഇവർക്കുള്ള പക്ക മറുപടിയാണ് കമന്റ് മൊത്തം വന്നിരിക്കുന്നത്. ഇവർ ആദ്യത്തെ വീഡിയോക്കൊക്കെ വന്നേക്കുന്ന കമന്റുകളൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ടാണ്. പക്ഷേ ഈ വീഡിയോന്റെ അടിയിൽ വന്നേക്കുന്ന കമന്റുകൾ മാത്രമാണ് ഞാൻ കൂടുതൽ നോക്കിയിരിക്കുന്നത്. ഈ കമന്റ് മൊത്തം ഇവർക്ക് നെഗറ്റീവാണ്. ആകെ വിരലിലെണ്ണാവുന്ന പോസിറ്റീവ് കമന്റുകൾ ഒഴികെ
ബാക്കിയൊക്കെ പക്ക നെഗറ്റീവായിട്ടാണ്. ഇവരോട് പണിക്ക് പോകാനും അമ്മക്ക് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് കമൻറ്റുകൾ വായിക്കുന്നതിനേക്കാൾ മുമ്പേ ഇവർ ഈ സഹായം ചോദിക്കുന്നുണ്ടല്ലോ, ആ സഹായം ചോദിക്കുന്നതൊന്ന് കേട്ടു നോക്കാം. ഓപ്പറേഷൻ അമ്മയ്ക്ക് പൊട്ടും മേല. ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഒട്ടും വയ്യാത്തതുകൊണ്ടാട്ടോ. കൊണ്ടുവന്നപ്പം ഇപ്പം ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന്. അപ്പോൾ ഈ ഓപ്പറേഷത്തിനാണെങ്കിൽ 1,65,000 രൂപ വേണം. ഓപ്പറേഷത്തിന് വേണ്ടി മാത്രം, ഹോസ്പിറ്റലല്ല കേട്ടോ, ഓപ്പറേഷത്തിന് മാത്രം. അപ്പം അത് കഴിഞ്ഞിട്ടും പിന്നെ എത്ര പൈസയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അതും കൂടെ കേട്ട് നോക്കിയപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ എനിക്ക് ചേച്ചിയോടും ആവശ്യപ്പെടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത്രയും ഒരു ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി എനിക്ക് ചേച്ചിയോടും ചോദിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു വരുമാനം എനിക്ക് കിട്ടുകയാണല്ലോ. അപ്പം അത് നടക്കാത്തതുകൊണ്ട് എനിക്ക് ചേച്ചിയോടും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ചേച്ചിക്കും ഓപ്പറേഷത്തിന് അത് നടത്തണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കടയുടെ കാര്യമാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ അതൊന്നും വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ല. എന്നാലും എന്നെ ഒരുപാട് പേര് തനു തുടങ്ങിയതല്ലേ ഷോപ്പ് തുടങ്ങാം, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഈ ഷോപ്പ് തുടങ്ങണമെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ അവിടെ അഡ്വാൻസ് കൊടുക്കാനൊക്കെ വേണ്ടേ. അപ്പം അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ചേച്ചി. അപ്പോൾ എനിക്ക് കൂടുതൽ ചേച്ചിയോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനും പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് ഇനി എന്താ ചെയ്യുക മുന്നോട്ടേക്ക്. എന്താ വെച്ചാൽ ഇന്നലെ നമ്മളിട്ട വീഡിയോയ്ക്ക് പോലും ഓർഡർ വന്നില്ല എന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്ന് വെച്ചാൽ അമ്മയുടെ ഓപ്പറേഷൻ ഈ 2 ആഴ്ചക്കുള്ളിൽ നടത്തണമെന്ന് പറയുന്നു. എന്ത് ചെയ്യും, എനിക്കറിയില്ല എന്ത് ചെയ്യണം. പിന്നെ ഞാനിങ്ങനെ മനസ്സിലൊരു ധൈര്യം എന്നില്ല. എനിക്കിതിന് മുന്നേ എന്നോട് ഒരുപാട് പേര് ഞാൻ ഒരു അച്ചാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു തന്നു അത് ചെയ്യണം കേട്ടോ എന്നപ്പോൾ പിന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നു സൈഡിൽ കൂടെ എന്നൊരു അച്ചാറിൻ്റെ കൂടെ അതാകുമ്പോൾ എനിക്ക് ഓക്കെയാണ്. ഞാൻ കുക്കിംഗ് അറിയുന്നതുകൊണ്ട് എനിക്ക് 100% ഞാൻ ഓക്കെയാണ്. ഇതിൽ ഞാൻ നമ്മുടെ ഡ്രസ്സിൻ്റെ ഇത് പഠിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ് 100% എന്ന് പറയാൻ പറ്റില്ല. അതെൻ്റെ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് കാണും പറയാം. മറ്റുള്ളവർ ചെയ്യുന്ന പോലെയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ അച്ചാറിൻ്റെ കൂടെ ഒരു സൈഡിൽ കൂടെ തുടങ്ങണം. പക്ഷേ എനിക്കിപ്പം പെട്ടെന്ന് തുടങ്ങാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അമ്മയുടെ ഓപ്പറേഷൻ അഥവാ പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ പോലും അമ്മയെ നോക്കാനും അമ്മയുടെ ആവശ്യങ്ങൾ നടത്താനൊക്കെ എപ്പോഴും ആൾ വേണം കൂടെ. അപ്പോൾ ഞാനിപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഈ ഓപ്പറേഷത്തിന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്നവരെ എന്നെ ഒന്ന് സഹായിക്കണം. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു സഹായമായിട്ട് വരരുതെന്ന് വിചാരിച്ചു. എനിക്കിതിന് മുന്നേ ഒരുപാട് പേര് എന്നെ എൻ്റെ മോളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിയാതെ എൻ്റെ വായിന്ന് പറഞ്ഞതിന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ട വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് പറയാനും പേടിയാണ്. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു എനിക്ക് ആരെന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഈ അമ്മയുടെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ മാറ്റിവെക്കൽ ഓപ്പറേഷൻ നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരെയും സഹായം വേണം. എന്ന് വെച്ചാൽ ഞാൻ അയ്യോ എനിക്ക് വേണ്ട കേട്ടോ എന്നെനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളെ സഹായം കൂടിയേ തീരുള്ളൂ. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആരോഗ്യ ഇവർ പറയുന്നത് ഇവർക്ക് സഹായം വേണം, എനിക്ക് നിങ്ങൾ തരണം, തൃശ്ശൂർ എനിക്ക് വേണം, ഞാനങ്ങ് എടുക്കുക, ആ പറഞ്ഞ രീതിയിലാണ് ഇവരെ ഇത് നിർബന്ധമാണ്. പിന്നെ ഇവരോട് ഈ ഷോപ്പ് ഇടാനൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇങ്ങനെ ഇറക്കൂല കൈ നീട്ടണം, എന്നെ സഹായിക്കും, എനിക്ക് അതില്ല, എനിക്കില്ല, എൻ്റെ മക്കൾക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പണം ഇങ്ങനെ ഇട്ടു വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള മടി നാട്ടുകാരെ മുന്നിൽ ഇങ്ങനെ ഇറക്കുന്നതുകൊണ്ട് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഇറന്ന് തിന്നണ്ടല്ല എന്ന് വെച്ചിട്ടാണ് നിങ്ങളോട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ആ ബിസിനസ് ചെയ്യാനും ഈ ആൾക്കാർ സഹായിക്കണം. നിങ്ങൾ അച്ചാർ കമ്പനി തുടങ്ങാനും ആൾക്കാർ സഹായിക്കണം. ഈ അച്ചാറും തിന്ന് സഹായിക്കണം, അച്ചാറും വാങ്ങി സഹായിക്കണം, അച്ചാറും സെയിൽ ചെയ്തും നാട്ടുകാർ സഹായിക്കണം. വേണ്ട ആ പൈസ കൊണ്ട് തന്നാൽ പോലെ നിങ്ങൾക്ക് ബിസിനസ് ഒന്നും ചെയ്യിക്കണ്ട. ഇത് ജനങ്ങളുടെ സഹായങ്ങൾ കൈപ്പറ്റി ഇപ്പം അത് അവകാശമായി മാറിയിരിക്കണം. ഇവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒക്കെ ജനങ്ങൾ സഹായിച്ചോണം. ആ ജനങ്ങളെ കണ്ട് മാത്രം ജീവിക്കാൻ തീരുമാനിച്ച പോലെയാണ്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയണ്ട. ഈ അമ്മയുടെ ചികിത്സയെ കുറിച്ചും അത് റിച്ചാണ് ഇവരുടെ ഈ വർത്തമാനത്തിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് ഇവർ ഫാമിലിയായിട്ട് റിച്ചാണ്. പണിയെടുത്തൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് കഴിക്കാൻ ആഗ്രഹമില്ല എന്ന് മാത്രമല്ല കഴിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ്. കേട്ടോക്കാം നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരെയും സഹായം വേണം. എന്ന് വെച്ചാൽ ഞാൻ അയ്യോ എനിക്ക് വേണ്ട കേട്ടോ എന്നെനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളെ സഹായം കൂടിയേ തീരുള്ളൂ. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ എടുക്കുന്ന ടൈമിൽ അമ്മയോട് അതാരും പറഞ്ഞില്ല. എനിക്കറിയത്തില്ല. ഞാനന്ന് കോട്ടയത്തായിരുന്നു. അമ്മയോട് ചേച്ചി ഇങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ ഇതുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ഇന്നതിന് പോകണമെന്നൊന്നും അമ്മയോട് ആരും പറഞ്ഞു കൊടുത്തില്ല. അതൊക്കെ എടുത്തിട്ടുമില്ല. അന്നും അമ്മ അത് അന്വേഷിച്ചപ്പോഴും നമ്മളെ സർക്കാർ ആശുപത്രിയിൽ 75,000 രൂപയാവുമെന്ന് അന്ന് പറഞ്ഞത്. എത്ര 7 വർഷം മുന്നേ എങ്ങാണ്ട് ചോദിച്ചപ്പോൾ. ഇപ്പം ആണെങ്കിൽ ഇവിടെ എറണാകുളത്ത് വന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ഫോണ് വീണ് പോയി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. അത് അമ്മ ഇത്രയും കാലം ഇത്ര വർഷം അമ്മ വേദന സഹിച്ച് നടന്നില്ല, സമ്മതിച്ചിട്ടോ പെട്ടെന്ന് നടത്തണം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി
എൻ്റെ കൂടെ പിറപ്പുകളോട് ചോദിക്കാൻ പറ്റില്ല, ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവർ ഈ വീഡിയോ മെനഞ്ഞാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ കാര്യം, അത് അറിഞ്ഞിട്ട് പോലും കാണുന്നുണ്ടാവും, കാണാതിരിക്കില്ല, അവർ വിളിച്ചിട്ടില്ല. അപ്പം സ്വന്തത്തെക്കാട്ടും നല്ലത് അന്യരോട് ചോദിക്കുന്നതാണ്. എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ്. നിങ്ങളോട് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമോ, എന്താ ഇതിൽ ഇനിയിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതിന് എനിക്ക് എന്താണ് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. സ്വന്തങ്ങൾ സഹായിക്കുന്നില്ല. ഇപ്പൊ സ്വന്തം മക്കള് അല്ലെങ്കിൽ സ്വന്തം ഫാമിലി സഹായിക്കാത്തത് അതിൻ്റെതായ കാരണങ്ങൾ അവർക്ക് ഉണ്ടാവും. അപ്പൊ സ്വന്തം ഇത് ഇത്രയുള്ള കാര്യങ്ങൾ ജനങ്ങളെ സഹായിക്കണ്ട. അപ്പൊ ജനങ്ങളോട് കിട്ടാവുന്ന അത്ര അത്ര തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് വലിയ ധാരണയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇതിൽ വന്ന കമന്റുകളുണ്ട്, ആ കമന്റുകൾ സംസാരിക്കും, ഇവർക്കുള്ള മറുപടി. ഈ വീഡിയോയിൽ ഞാൻ ഇനി ഒന്നും ഇതിന് മറുപടിയായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മറുപടിയായിട്ട് കമന്റ് ചെയ്യാം. പറ്റുമെന്നുണ്ട്, പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.